ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന, കരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ലോകത്ത് നീ എവിടെയായിരുന്നാലും ക്ലോക്കിൽ 3 മണി അടിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വലിയ കൃപ കിട്ടുമെന്ന് കരുണയുടെ ജപമാല ചൊല്ലുന്ന എല്ലാ മക്കൾക്കും അറിയാം. ഇന്ന് കർത്താവ് തരുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദിവ്യകരുണയുടെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു കാര്യമാണ് വേണ്ടത്, യേശുവിൽ വിശ്വസിക്കുക. വിശ്വാസമാണ് രക്ഷയും കൃപയും നമുക്ക് കൊണ്ടുതരുന്നത്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കാരുണ്യ സ്രോതസ്സായ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ മുഴുവൻ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ ഈശോയുടെ കരുണക്കടലിൽ മുക്കിയെടുത്ത് അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ്. പ്രസാദവരം തിരസ്കരിച്ച് മനഃപൂർവ്വം തെറ്റി വീഴുന്നവരുടെ മേൽ ദയാദൃഷ്ടി തിരിക്കണമേ എന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അവരുടെ പരാജയങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ മഹനീയമായ നാമത്തെ പാടിപ്പുകഴ്ത്തുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് കൂടെ കൂടെ പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരും ദിവ്യകരുണയുടെ അനുഗ്രഹത്താൽ പൂരിതമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.